ഒരു പ്രകോപനവുമില്ലാതെ ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ അക്രമത്തിൻ്റെ അന്യായം തീർക്കുക, കുഞ്ഞുങ്ങളെന്ന് പോലും നോക്കാതെ കുരുതി, വീണ്ടും നീതീകരണമില്ലാതെ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആഹ്വാനം നൽകുന്ന തെമ്മാടിപ്പാത. യാങ്കി ഇസ്രയേൽ അതിക്രമം ഇറാനിൽ മരണസംഖ്യ 1000 കവിയുകയാണ്. വെനസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയ ഗുണ്ടാപ്പണിയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇറാനെങ്കിൽ ഇനി മറ്റുള്ളവരൊക്കെ വരാം. മുമ്പ് മറ്റുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. കാരണങ്ങൾ പലതും പറഞ്ഞ് വിഭവങ്ങളിൽ കണ്ണുവെച്ച് ചൂഷണ തത്വവുമായി അഴിഞ്ഞാടുന്ന അമേരിക്കൻ തേർവാഴ്ചയ്ക്ക് അറുതിയില്ല. USSR സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ മധുരം വിളമ്പിയവർ ഇപ്പോഴെങ്കിലും പശ്ചാത്തപിക്കുമോ ആവോ? ഇത്രയൊക്കെ നടന്നിട്ടും കമ എന്നൊരക്ഷരമുരിയാടാൻ ചേരിചേരാ നയത്തിൻ്റെ യശസ് പേറിയ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കാകുന്നില്ല. ആകെ എതിർപ്പിൽ പ്രതിപക്ഷം പോലും പല ഘട്ടങ്ങളിലും എങ്ങനെയാണ് മുമ്പോട്ട് പോകണം എന്നറച്ചു നിൽക്കുന്നു. പക്ഷേ ഈ എതിർപ്പിൽ പ്രക്ഷോഭം തീർക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്. ചർച്ച ചെയ്യാം ട്രംപിൻ്റെ യുദ്ധക്കൊതിയും മോദിയുടെ മൗനവും.